My heart in a pyx in the pocket of my spacesuit was the spirit, the body of our Lord Jesus Christ. ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം അനുദിന ജീവിതത്തിൽ വിജയം വരിക്കുന്ന അനേകരുടെ ജീവിത കഥകൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിനെയും കൊണ്ട് 300 ദിവസത്തിലധികം ബഹിരാകാശത്ത് ചിലവഴിച്ച സഞ്ചാരിയുടെ യാത്രാനുഭവങ്ങൾ ഒരിക്കൽ കൂടി സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ്. 333 ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ച് 5300 തവണ ഭൂമിയെ വലം വെച്ച മൈക്ക് ഹോപ്കിൻസാണ് യാത്രയിൽ ഒപ്പം കൊണ്ടുപോയ വിശുദ്ധ കുർബാനയെക്കുറിച്ചും അത് നൽകിയ ആത്മവിശ്വാസത്തെക്കുറിച്ചും ലോകത്തോട് പങ്കുവച്ചത്. ഇന്ത്യാനാപോളിസിൽ നടന്ന 10ാമത് നാഷണൽ യൂക്കാരിസ്റ്റിക് കോൺഗ്രസിൽ ഹോപ്കിൻസ് പങ്കുവച്ച അനുഭവ സാക്ഷ്യം ശ്വാസമടക്കി പിടിച്ചാണ് വിശ്വാസി സമൂഹം. Oleg and Sergey, two incredibly talented cosmonauts as well as just incredible human beings. But even more reassuring, quite literally, sitting right next to my heart in a pyx in the pocket of my spacesuit was the spirit, the body of our Lord Jesus Christ. സെപ്റ്റംബർ 16 ഹോപ്കിൻസ് ഉൾപ്പെടുന്ന സംഘം ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചത്. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന ഹോപ്കിൻസ് 2012 ഡിസംബറിലാണ് കത്തോലിക്ക സഭയിൽ ചേർന്നത്. അന്നു മുതൽ വിശുദ്ധ കുർബാന അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നു. യാത്രയിലും ക്രിസ്തുവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് നാസയുടെയും സഭാധികാരികളുടെയും പ്രത്യേക അനുമതിയോടെ അദ്ദേഹം ദിവ്യകാരുണ്യവും കൂടെ കൊണ്ടുപോയത്. ബഹിരാകാശത്തേക്ക് നടത്തിയ യാത്ര ഏറെ സാഹസികവും ആവേശോജ്വലവുമായിരുന്നു. വിദഗ്ധരായ സഹയാത്രികരാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. എന്നാൽ അതിനേക്കാളേറെ തനിക്ക് ആശ്വാസവും സന്തോഷവും നൽകിയത് എന്റെ ബഹിരാകാശ വസ്ത്രത്തിനുള്ളിലെ പോക്കറ്റിൽ കൂദാശ ചെയ്ത തിരുവോസ്തി ഉണ്ടായിരുന്നു എന്നതാണെന്ന ഹോപ്കിൻസിന്റെ വാക്കുകൾ നിറഞ്ഞ കയ്യടിയോടെയാണ് ജനങ്ങൾ. Oleg and Sergey, two incredibly talented cosmonauts as well as just incredible human beings. But even more reassuring, quite literally, sitting right next to my heart in a pyx in the pocket of my spacesuit was the spirit, the body of our Lord Jesus Christ. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ യാത്രയിൽ എന്ത് സംഭവിച്ചാലും ക്രിസ്തു എന്നോടൊപ്പമുണ്ട് എന്ന ചിന്ത തനിക്ക് നൽകിയ ആശ്വാസം പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹിരാകാശ നിലയത്തിന്റെ വാതിലിലൂടെ 5 തവണ പുറത്തേക്ക് നടന്നപ്പോഴും ബഹിരാകാശ ശൂന്യതയിൽ 32 മണിക്കൂർ പുറത്ത് ചെലവഴിച്ചപ്പോഴും തനിക്ക് ഭയം തോന്നിയില്ലെന്നും ഹോപ്കിൻസ് പറയുന്നു. ബഹിരാകാശത്ത് ജീവിക്കുക എന്നത് ഒരു വെല്ലുവിളിയും ബഹുമതിയുമാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അത് ആസ്വദിക്കാൻ അവസരമുള്ളൂ. ദൈവം അതിനായി എന്നെ തിരഞ്ഞെടുത്തു. തൻ്റെ യാത്ര തികച്ചും ദൈവിക പദ്ധതി മാത്രമായിരുന്നുവെന്ന് വിശ്വസിക്കാനാണ് ഹോപ്കിൻസിനിഷ്ടം. ഭാര്യ ജൂലിയോടും 2 മക്കളോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കുകയാണ് ക്രിസ്തുവിനെയും കൊണ്ട് ഭൂമിക്ക് വലം വെച്ച ഈ ബഹിരാകാശ സഞ്ചാരി. I have spent 333 days in space. I've orbited the Earth more than 5,300 times at an altitude of 250 miles. And during that time, there were other stressful moments and events, moments of fear that challenged my faith, because if my faith was strong, why did I need to fear? There are so many verses in the Bible that tell us not to fear because the Lord is with us. Joshua 1:9 says, I hereby command you, be strong and courageous. Do not be frightened or dismayed, for the Lord your God is with you wherever you go. And that phrase leads me to some of the last words in Genesis. God saw everything that he had made, and indeed, it was very good. Thank you very much. Thank you.